ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സാറ്റർഡേ നൈറ്റ് നമുക്ക് എന്തായാലും ഒരു മൂവിക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അഞ്ചേന് സൺഡേ ലീവുമാണ്, പിന്നെ ബുസ്താനും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും സിനിമയ്ക്ക് പോകാമെന്നൊരു ഐഡിയ അഞ്ചേന് വന്നു. അപ്പൊ ഞാൻ ആകെ ടെൻസ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കുവിനെയും കൊണ്ട് ഇതുവരെ ഒരു മൂവിക്ക് ഞങ്ങൾ പോയിട്ടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക, കരയോ പിടിക്കോ അതൊന്നും അറിയാത്ത കാരണം പോയിട്ടില്ല. കുഞ്ഞായിരിക്കുമ്പോൾ ലിയോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിനുശേഷം ഒരു പരീക്ഷണത്തിന് ഞാൻ നിന്നിട്ടില്ല. കാരണം കുട്ടി കരയോ പകുതിക്ക് വെച്ച് ഇറങ്ങി വരേണ്ടി വരുമോ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ, അങ്ങനെ ഒരു നൂറ് ആശങ്കകളുള്ള ഒരു അമ്മയാണല്ലോ ഞാനും. അപ്പൊ പിന്നെ ഞാനും ഒരു ബ്രേക്ക് എടുത്തു. ഫിലിമിന് ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ ഞാനും പോകുന്നത്. അഞ്ചേട്ടൻ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം, നീ കൂളായിട്ട് ഇരിക്കുക. ഇപ്പൊ പകുതിക്ക് വെച്ച് ഇറങ്ങി വരണമെങ്കിൽ ഇറങ്ങി വരാം, അവൻ കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി പോരാ. ഇനിയിപ്പൊ എന്താന്ന് കരുതിയിട്ട് ശരിയെന്ന് കരുതി രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയിട്ടോ. ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, നമ്മൾ എവിടെ ലേറ്റ് ആയിട്ടേ പോകാറുള്ളൂ. 9:30ക്കാണ് 10 മണീന്റെ ഫിലിമിന് ഇറങ്ങിയത്. ഇതിപ്പോ അറിയാത്ത ഏതോ ഊടുവഴിയിലുള്ളൊരു തിയേറ്ററും വഴിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ സിനിമ കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഒരു സോങ് ആയിരുന്നു, ആ സോങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ കാണാൻ പോയത് രേഖാചിത്രമാണ് കേട്ടോ കാണാൻ പോയത്. നമ്മുടെ ജോഫിൻ ഡി ചാക്കോന്റെ, അതായത് നമ്മളെ പ്രീസ്റ്റ് ഇല്ലേ, അതിന്റെ ഡയറക്ടറിന്റെ മൂവിയാണിത്. പിന്നെ അതിന് ആസിഫ് അലി, അനശ്വര രാജൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറേ ഒരു നാളിന് ശേഷമുള്ളൊരു സിനിമ കാണൽ വെറുതെ ആയില്ല. കാരണം അത്രയും നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു. ഓരോ ഇങ്ങനെ നമ്മൾ ക്യൂരിയസ് ആയിട്ടിരിക്കും എന്താ നെക്സ്റ്റ് എന്ന് കരുതിയിട്ട് ഓരോ ഇതാകുമ്പോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എന്താ ഇതിന്റെ കഥ, എങ്ങോട്ടാ പോകുന്നത്, ആരാ ഇത് ലീഡ് ചെയ്യുന്നത്, അങ്ങനത്തെ നമുക്ക് ഒരുപാട് എല്ലാവരും ഇതിപ്പോ ആരാ നായകൻ ചോദിച്ചാൽ എല്ലാവരും നായകനാ, എല്ലാവരും നായിക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമ ഭയങ്കര എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനശ്വരേന്റെ കാര്യമാണ് കേട്ടോ. കാരണം എനിക്ക് അത്ര വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിനയമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മളുടെ താരം അക്കു സൂപ്പർ കൂളായിരുന്നു കേട്ടോ. ആള് ഒരു ടെൻഷനും നമുക്ക് പുള്ളീന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഈ സിനിമേന്റെ ഇടയിൽ അഞ്ജനാണ് ഇവനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാൾക്കും ഒരു ടെൻഷനും തന്നില്ല. അവൻ കൂളായിട്ടിരുന്ന സിനിമ കണ്ടു കേട്ടോ. ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മാത്രമാണ് അവൻ ഉറങ്ങിയത്. ബാക്കി ഫുള്ള് സിനിമ അവൻ കൂളായിട്ടിരുന്ന് കണ്ടു തീർത്തു. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള കുട്ടികൾ കരയുമ്പോൾ എനിക്ക് ടെൻഷനാണ് ഇവനും കരയുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു ഞാനിന്മേക്കളിയായിരുന്നു ഈ സിനിമയ്ക്ക് പോക്കെങ്കിലും നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.